കേരള സർവകലാശാലയിലെ ഭരണ പ്രതിസന്ധിക്ക് അയവില്ല. രജിസ്ട്രാർ ഡോക്ടർ കെ.എസ്. അനിൽകുമാറിന്റെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് പിൻവലിച്ചെങ്കിലും സർവകലാശാലയിൽ ഇന്നും കസേര കളിയായിരുന്നു. സിൻഡിക്കേറ്റിനെ മറികടന്ന് വീണ്ടും വൈസ് ചാൻസലർ താൽക്കാലിക രജിസ്ട്രാറെ നിയമിച്ചു. ചാൻസലർക്ക് ഡോക്ടർ സിസ തോമസ് റിപ്പോർട്ട് നൽകി. അതിനിടെ രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാർ നൽകിയ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് പോരിൽ അസാധാരണമായ ഭരണ പ്രതിസന്ധിയാണ് കേരള സർവകലാശാലയിൽ. പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം വിളിച്ച് സസ്പെൻഷൻ പിൻവലിച്ചതിനെ തുടർന്ന് ഡോക്ടർ കെ.എസ്. അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്തെത്തി. താൽക്കാലിക വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിന്റെ കാരണം കാണിക്കൽ നോട്ടീസ് അവഗണിച്ച് രജിസ്ട്രാർ ചുമതലയുണ്ടായിരുന്ന പി. ഹരികുമാർ അവധിയിൽ പ്രവേശിച്ചു. പിന്നാലെ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡയറക്ടർ മിനി കാപ്പനെ രജിസ്ട്രാറുടെ ചുമതല നൽകി താൽക്കാലിക വൈസ് ചാൻസലർ സിസ തോമസ് ഉത്തരവിറക്കി. ഇതോടെ സർവകലാശാലയിൽ 2 രജിസ്ട്രാർമാർ എന്ന നിലയിലായി. ഇതിനിടെ സിൻഡിക്കേറ്റ് ചേർന്ന് സസ്പെൻഷൻ റദ്ദാക്കിയ സാഹചര്യത്തിൽ ഹർജി പിൻവലിക്കുന്നതായി ഡോക്ടർ കെ.എസ്. അനിൽകുമാർ ഹൈക്കോടതി അറിയിച്ചു. ഹൈക്കോടതി ഹർജി തീർപ്പാക്കി. എന്നാൽ ഹൈക്കോടതിയെ വിമർശിച്ച മുൻ MLA കൂടിയായ സിൻഡിക്കേറ്റ് അംഗം ആർ. രാജേഷിനെതിരെ കോടതി സ്വമേധയാ കേസെടുക്കും. ഗവർണറോട് വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. ഇവിടെ നിരന്തരം നമ്മുടെ ക്യാമ്പസുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇടപെടലുകൾ നടക്കുന്നു. അത് ഒരു കാവ്യവൽക്കരണ അജണ്ടയുടെ ഭാഗമാണ് എന്ന് നന്നായി തിരിച്ചറിഞ്ഞു പോകണം എന്ന് തന്നെ അത് ഉറക്കെ പറയേണ്ട കാലമായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സർക്കാരും ഗവർണറും ചേർന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നെന്ന് പ്രതിപക്ഷ നേതാവ്. രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ച സിൻഡിക്കേറ്റ് നടപടി നിയമപരമല്ലെന്ന് ഗവർണർക്ക് താൽക്കാലിക VC റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം.